പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിതാക്കളായ താങ്കൾക്ക്, പഠിതാക്കളാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കുറേ പുതുമയുള്ള വസ്തുതകൾ ഇന്ന് നമ്മൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഇഗ്നോയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് എന്ന് നമുക്കറിയാമെങ്കിലും അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ്, അഡ്മിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അഡ്മിഷന് ശേഷം പലരും ചോദിക്കുന്നത്, സർ എപ്പോഴും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ? ലാബ് എവിടെയായിരിക്കും ഉണ്ടാവുക? ക്ലാസ്സുകൾ ആരാണ് തരിക? വിദേശത്ത് അതിന് പഠന കേന്ദ്രമുണ്ടോ? ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ ഇന്ന സംസ്ഥാനത്താണുള്ളത്, ഞാൻ നല്ല തിരക്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ്, ചെറിയ 2 കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്, എനിക്ക് അവരെ പരിപാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനവേകം എക്സ്ക്യൂസസ് എന്നല്ല, അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ അവർ അനാവരണം ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്? പഠന രീതി എന്താണ്? ഇതാണ് 99% കുട്ടികൾക്കും അറിയേണ്ടതും എന്നാൽ കൃത്യമായി അറിയാത്തതും. അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിദഗ്ധമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ താങ്കളോട് പറയുന്നത്, ക്യാൻ ഐ ഗൈഡ് യു? ആസ്ക് മീ ഹൗ. ഞാൻ എങ്ങനെയാണ് താങ്കളെ വഴി കാണിക്കേണ്ടത് എന്ന് താങ്കൾ എന്നോട് ചോദിച്ചാൽ, ഇവിടെ വൈവിധ്യമാർന്ന പഠന രീതികൾ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും വൈവിധ്യമാർന്ന പഠന രീതികൾ. മുമ്പൊക്കെ നമ്മുടെ ക്ലാസ് മുറികൾ എന്ന് പറയുമ്പോൾ അധ്യാപകൻ വരുന്നു, 9 മണിക്ക് വരുന്നു, അല്ലെങ്കിൽ 10 മണിക്ക് വരുന്നു, 9:30 വരുന്നു. ആ വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ഒന്ന് ഒരുങ്ങി അവിടെ ഇരിക്കുന്നു. ഇന്നലെ ഹോംവർക്ക് തന്നതുണ്ട്, അത് നമ്മൾ ചെയ്തു വെക്കുന്നു, അല്ലെങ്കിൽ ടേബിളിൽ അദ്ദേഹം കാണാൻ വേണ്ടി, അധ്യാപകൻ കാണാൻ വേണ്ടി നമ്മൾ എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു. ക്ലാസ് ലീഡർ വരുന്നു, അത് അധ്യാപകൻ വരുന്നു എന്ന് പറയുന്നു, നമ്മളെല്ലാം പിൻ ഡ്രോപ്പ് സൈലന്റ് ആകുന്നു. അധ്യാപകൻ പുസ്തകം തുറക്കുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ തുടങ്ങുന്നു. അദ്ദേഹം ക്ലാസ് കഴിയുന്നത് വരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ രസകരവും സരളവും വിരസവുമായിട്ടുള്ള പല തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലർ ആസ്വദിച്ച് ക്ലാസ്സുകൾ ഇരിക്കാറുണ്ട്, ചിലർ അത് ഒരു വിധി എന്നുള്ള നിലക്ക് ക്ലാസ്സിൽ ഇരിക്കാറുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കുട്ടികളാണ് നമ്മൾ ക്ലാസ് മുറികളിൽ ഇരുന്നവർ. പക്ഷെ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ ക്ലാസ്സിലിരിക്കാം, പുറത്തായിരുന്ന് പഠിക്കണമെങ്കിൽ പുറത്തിരുന്ന് പഠിക്കാം, വീട്ടിലകത്താണ് ഇരുന്ന് പഠിക്കണതെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം, കപ്പലിൽ യാത്രയാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെയും പഠിക്കാം, ഫ്ലൈറ്റിലാണ് യാത്രയെങ്കിൽ അവിടെയും പഠിക്കാം. ഒരു ക്യാമ്പിന് പോയിരിക്കുകയാണ്, ഒരു ടൂർ പോയിരിക്കുകയാണ്, ആ ടൂറിൽ പോയിരിക്കുമ്പോൾ ഒരു വിശ്രമ സമയത്ത് നിങ്ങൾക്കൊന്ന് പഠിക്കണമെന്ന് തോന്നി പെട്ടെന്ന് പഠിക്കാം. ഒരു യാത്രയുടെ ഇടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഇടയിൽ പെട്ടെന്ന് ഒരു ആശയം ഓർമ്മ വരുന്നു, ഉടനെ തന്നെ നിങ്ങൾക്ക് അധ്യാപകനെ കോണ്ടാക്ട് ചെയ്യാം. പക്ഷെ അവിടെയൊന്നും നമുക്ക് ട്രഡീഷണൽ വേയിൽ അതിലൊന്നും അവസരമില്ല. അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്നത്. അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആർക്കാണ്, എപ്പോഴാണ് ആവശ്യം, അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പല തരത്തിലുള്ള ചതിക്കുഴികൾ നമ്മളുടെ ഇടയിലുണ്ട്. അന്യ സംസ്ഥാനത്തെ പല സ്റ്റഡി സെന്ററുകൾ, പല യൂണിവേഴ്സിറ്റികൾ, എ എന്നും ബി എന്നും സി എന്നും പല പേരിലുള്ള പല തരത്തിലുള്ള സ്റ്റഡി സെന്ററുകൾ, ജൂറിസ്ഡിക്ഷൻ എന്നുള്ളത് അറിയാതെ, വിദേശത്ത് ഉണ്ട് എന്ന് അറിയാതെ, അസോസിയേറ്റ് ഡിഗ്രി ഉണ്ട് എന്ന് അറിയാതെ, അതുപോലെ തന്നെ വിദ്വാൻ എന്നും ഭൂഷൺ എന്നും പല പേരിൽ, ഇങ്ങനെ പല 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 രീതിയിൽ നമുക്ക് പല ചതിക്കുഴികളിലായി നമ്മളുടെ ഇടയിലേക്ക് വരികയാണ്. അങ്ങനെ വഞ്ചിക്കപ്പെടാനുള്ള അവസരങ്ങൾ ഒരുപാട് പ്പോഴാണ് യു ആർ സേഫ് ഇൻ ഇഗ്നോ എന്നുള്ള ഒരു ആശയം ഞാൻ ഇവിടെ താങ്കൾക്ക് നൽകുന്നത്. ഇഗ്നോയിലെ പഠന രീതി, അതിന്റെ ഘടന നിങ്ങൾ വിചാരിക്കുന്നതിലും മേലെയാണ്. നമുക്ക് ഇന്ന് അത് കൃത്യമായി അനുഭവിച്ചറിയാം. അപ്പൊ പഠന രീതി, ഘടന അതുക്കും മേലെ വരൂ, നമുക്ക് അനുഭവിച്ചറിയാം എന്ന് പറയുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം താങ്കൾ ശ്രദ്ധിക്കേണ്ടത്. ലെറ്റ് us സ്മാർട്ട്. നമുക്ക് സ്മാർട്ടായാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്.
ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. സ്വാഭാവികമായും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും നോട്ട് എടുത്തു വച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നോട്ടും പേനയും എടുത്തു വച്ചിട്ടുണ്ടാവും. അതിൽ കുറേ എഴുതിയെടുക്കേണ്ടതുണ്ട്. ഇത് ഇഗ്നോ സത്യത്തിൽ ഈ സെഷനിലെ അഡ്മിഷൻ എടുക്കാൻ ഇനിയും പകുതിയിലേറെ കുട്ടികളുണ്ട്. 3 മാസം കഴിഞ്ഞിട്ടേ ഔപചാരികമായിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ഇഗ്നോ ഒഫീഷ്യലി നിങ്ങൾക്ക് നൽകുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മാസത്തിന്റെ 7 മാസം മുമ്പുള്ള അഡ്മിഷൻ സെഷന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം തിരുവനന്തപുരം റീജിയണൽ സെന്ററിലെ വരുന്ന മാസം 3-ാം തീയതിയാണ്. അപ്പൊ അത്രയും കഴിഞ്ഞിട്ടാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അതിന് എത്രയോ മുമ്പ് തന്നെ ഈ പുതിയ സെഷനിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് മുഹമ്മദ് മുബാറക് മാസ്റ്റർ നോട്ട്സിലൂടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയുടെ ചില പ്രത്യേകതയുള്ള വസ്തുതകൾ നിങ്ങളുമായി അനാവരണം ചെയ്യുകയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലുകളാണ്. ക്ഷമയോടുകൂടി ശ്രദ്ധിക്കുക. ഇഗ്നോയുടെ ക്ലാസ്സുകൾ എല്ലാം തന്നെ വളരെ വളരെ സ്മാർട്ടാണ്. നിങ്ങൾ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യവും ഇവിടെ ഉദിക്കുന്നില്ല. യു ഡോണ്ട് വർക്ക് ഹാർഡ്, യു ജസ്റ്റ് വർക്ക് സ്മാർട്ട്. വളരെ സ്മാർട്ടായി ആയിരിക്കണം താങ്കൾ വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ സ്മാർട്ട് എന്ന വാക്കിന് പ്രത്യേക അർത്ഥം മനസ്സിലാക്കുക. അത് സ്പെസിഫിക് ആണ്, വളരെ സ്പെസിഫിക് ആണ്. ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ എൻ്റെ വിശ്രമ സമയത്ത് അല്ലെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ, അല്ലെങ്കിൽ അതിരാവിലെ അതുപോലെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ്, എങ്ങനെയെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ, നിങ്ങളുടേതായുള്ള സമയമനുസരിച്ച് ഒരു ടൈം ഷെഡ്യൂൾ ക്രമപ്പെടുത്തുക. അത് മെഷറബിൾ ആയിരിക്കണം. താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും മെഷറബിൾ ആയിരിക്കണം, അളന്ന് തിട്ടപ്പെടുത്തതായിരിക്കണം. കടലിൽ ഇടുകയാണെങ്കിലും അളന്ന് ഇടണം എന്നൊരു ചൊല്ലുണ്ട്. ഓക്കെ, അപ്പൊ രാവിലെ ഞാൻ ഇത്ര മണിക്കൂർ, വൈകിട്ട് ഞാൻ ഇത്ര മണിക്കൂർ, ഉച്ചക്ക് ഞാൻ ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ വേണ്ട അവധി ദിവസം ഞായറാഴ്ച ഞാൻ ഒരു ഉച്ച വരെ 5 മണിക്കൂർ, അല്ലെങ്കിൽ ശനിയാഴ്ച ഉച്ച വരെയും ഞായറാഴ്ച വൈകിട്ടും, അങ്ങനെയുള്ള മൊത്തം ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ഒരാഴ്ചയിൽ നമ്മൾ വർക്ക് ചെയ്ത് അങ്ങനെ ഒരു മെഷറബിൾ ആയിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഒരു കുടുംബപരമായ ഒരു കാര്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ സ്പൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പേരന്റിന് വേണ്ടി, ചിലപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും താങ്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അഡ്ജസ്റ്റബിളും ആയിരിക്കും, റിജിഡ് ആകരുത്. ഞാൻ ഇന്ന സമയത്ത് ഇന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇന്നതേ ചെയ്യൂ. അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരരുത്. നിങ്ങൾ വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഈ വസ്തുതകളെല്ലാം തന്നെ സ്മാർട്ട്നെസ്സിൽ പ്രത്യേകം പറയുന്ന സ്പെസിഫിക്, മെഷറബിൾ, അഡ്ജസ്റ്റബിൾ, ഈ 3ഉം വളരെ റിലയബിൾ ആയിട്ടുണ്ടായിരിക്കണം, വിശ്വസനീയമായിരിക്കണം. ആരെയും ആരും പറ്റിക്കുന്ന രൂപത്തിലാകരുത്. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടാണ് പറയേണ്ടത്. മനസാക്ഷിയാണ് ഒരു അജ്ഞാതമായ അല്ലെങ്കിൽ അദൃശ്യനായ ഒരു ചക്രവർത്തി, സത്യം മാത്രം ഉത്ബോധിപ്പിക്കുന്ന, സത്യം മാത്രം കാണുന്ന, സത്യം മാത്രം പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ ശക്തി, ഒരു നീതിമാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നും ആ നീതിമാൻ ഇതെല്ലാം മനസ്സിലാക്കുന്നു എന്നും ആ നീതിമാൻ താങ്കളുടെ മനസാക്ഷിയാണ് എന്നും മനസ്സിലാക്കി റിലയബിളായി, വിശ്വസനീയമായി താങ്കൾ ഈ പ്രവർത്തികൾ ഏർപ്പെട്ട് അത് ടൈം ബൗണ്ടായി തുടങ്ങുകയും ടൈം ബൗണ്ടായി പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുകയും ടൈം ബൗണ്ടായി ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്മാർട്ട് വർക്കാണ് താങ്കളുടെ ഇടയിൽ വേണ്ടത്. ഓക്കെ, then let us start. നമ്മുടെ സ്മാർട്ട് വർക്ക് നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇഗ്നോ നമുക്ക് ക്ലാസുകൾ തരുന്നത്? വളരെ സുപ്രധാനമായ ചില ചർച്ചകളും ചിന്തകളുമാണ് ഇതിന്റെ പിന്നെ. നിങ്ങളുടെ പലരും എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നുണ്ട്. ഈ വാക്കുകൾ കേട്ട് താങ്കളും വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരിക, മറ്റെല്ലാവരും വാട്സാപ്പിലേക്ക് അയച്ചു തരിക. വാട്സാപ്പിൽ അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം: 7012461727. ഈ നമ്പറിലേക്ക് താങ്കൾ നിർബന്ധമായും വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പിലൂടെ താങ്കൾക്ക് എന്ത് തരം ചോദ്യം, ഇപ്പോൾ ഈ
ചർച്ചാ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ആ നമ്പറിൽ താങ്കൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്കൾക്കുള്ള എല്ലാ അറിയിപ്പും ഇതിൽ തന്നെ ഞാൻ ചർച്ചയിലൂടെ ഞാൻ നൽകുന്നതായിരിക്കും. ഇവിടെ ചാറ്റ് ഞാൻ ക്ലോസ് ചെയ്ത് വച്ചിരിക്കുന്നത് അതിൻ്റെ കുത്തൊഴുക്ക് കാരണം, ചർച്ചയുടെ കുത്തൊഴുക്ക് കാരണം, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ഘടനാപരമായ ആ ഒത്തുചേരൽ കോർത്തിണക്കി അത് മിസ്സാകണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇങ്ങനെ വാട്സാപ്പ് നമ്പർ മാത്രം താങ്കൾക്ക് നൽകുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 7012461727 നമ്പറിലേക്ക് താങ്കൾ വാട്സാപ്പ് ചെയ്യുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, കോഴ്സുമായി ബന്ധപ്പെട്ട് ഏത് ആശയം വേണമെങ്കിലും താങ്കൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. നമുക്ക് വിശദമായ ഇൻഫർമേഷനിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഇഗ്നോ നൽകുന്ന സപ്പോർട്ട് സിസ്റ്റത്തിൽ ഏറ്റവും സുപ്രധാനമായതാണ് 67 റീജിയണൽ സെന്ററുകളിലും അതുപോലെ തന്നെ ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലും 10 മുതൽ 30 വരെ ഉള്ള ലേണർ സപ്പോർട്ട് സെന്റേഴ്സ്. ഈ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് രാജ്യവ്യാപകമായി താങ്കൾക്ക് ഉണ്ട്. ഒരു ജില്ലയിൽ ഒരു ലേണർ സപ്പോർട്ട് സെന്റർ എങ്കിലും ഇല്ലാതില്ല. 1, 2, 3 എല്ലാം ഉണ്ട്. മുമ്പ് കുറെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്തു. ഈ ലേണർ സപ്പോർട്ട് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ലേണർ സപ്പോർട്ട് സെന്ററിലെ അതുപോലെ തന്നെ മോഡൽ റീജിയണൽ സെന്ററുകളിൽ ഉള്ള എല്ലാ ലൈബ്രറി പുസ്തകങ്ങളും താങ്കൾക്ക് കൃത്യമായി സന്ദർശിച്ച് ഉപയോഗിക്കാം. അതിനുള്ള അവകാശം താങ്കൾക്കുണ്ട്. ഉദാഹരണത്തിന് മാർ ഇവാനിയസ് കോളേജ്, കൊല്ലം SN കോളേജ്, അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട കാത്തലിക് കോളേജ്, സെന്റ് തോമസ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ്, അതുപോലെ തന്നെ സെന്റ് ആൽബർട്ട് കോളേജ്, CMS കോളേജ് കോട്ടയം, കട്ടപ്പന, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കട്ടപ്പന, അതുപോലെ തന്നെ നിർമ്മല കോളേജ്, ന്യൂമാൻ തൊടുപുഴ, അതുപോലെ നമുക്ക് കേരളവർമ്മ കോളേജ് തൃച്ചൂർ. ഓക്കെ, അതേപോലെ MES എടത്തല, തിരൂരങ്ങാടി PSMO തിരൂരങ്ങാടിയിലെ PSMO, ഓക്കെ, ആ കോളേജ്. അതുപോലെ തന്നെ JDT ഇസ്ലാം കോഴിക്കോടിലെ, സുൽത്താൻ ബത്തേരിയിലെ സെന്റ് മേരീസ്, SN കോളേജ് കണ്ണൂർ, സനാതന കോളേജ് കാഞ്ഞങ്ങാട്. ഇങ്ങനെ പല സെന്ററുകളും. ഇനി മംഗലാപുരത്ത് വേണമെങ്കിൽ, പൊള്ളാച്ചിയിൽ വേണമെങ്കിൽ, കോയമ്പത്തൂരിൽ വേണമെങ്കിൽ, മധുരയിൽ വേണമെങ്കിൽ, തിരുച്ചിയിൽ വേണമെങ്കിൽ, കന്യാകുമാരിയിൽ വേണമെങ്കിൽ, തിരുനെൽവേലിയിൽ വേണമെങ്കിൽ, ഇങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ റീജിയണൽ സെന്ററുകളിലും ഉള്ള എല്ലാ പഠന കേന്ദ്രങ്ങളും, ഇതെല്ലാം കേരളത്തിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗംഭീരമായ കോളേജുകളാണ്. അവയെല്ലാം തന്നെ ഗവൺമെന്റ് കോളേജുകളാണ്. ഗവൺമെന്റിന്റെ ശമ്പളത്തോടു കൂടി പ്രവർത്തിക്കുന്ന എയ്ഡഡ് കോളേജുകളാണ്. അതുകൊണ്ട് തന്നെ 5 കൊല്ലത്തിൽ കൂടുതൽ ഡിഗ്രി, PG എക്സ്പീരിയൻസ് ഉള്ള, PhD ഉള്ള, നെറ്റ് ഉള്ള യഥാർത്ഥ അധ്യാപകരാണ് നമുക്ക്. ഈ ഗസ്റ്റ് ലെക്ചേഴ്സിന് വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഉഡായിപ്പ് പരിപാടി അല്ലട്ടോ. അവിടെ മനോഹരമായ ക്ലാസ്സുകൾ തരുന്നു, അവിടുത്തെ വിശാലമായ ലൈബ്രറി, അവിടെ ആ അവധി ദിവസങ്ങളിലെ നിങ്ങളുടെ ക്ലാസ്സുകൾക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ ഉള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ എൻജോയ് ചെയ്യാം. പക്ഷെ പഠന പ്രവർത്തനത്തിന് വേണ്ടി മാത്രമല്ല, അവിടെ ഉള്ള ഓഡിയോ വീഡിയോ പ്രോഗ്രാമുകൾ താങ്കൾക്ക് കാണാം. അവിടുത്തെ ഡിജിറ്റൽ ലൈബ്രറി താങ്കൾക്ക് യൂസ് ചെയ്യാം. അവിടെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, അത് അവരെ സഹായിക്കാനുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റേഴ്സ്മാരുണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ടാവും, അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ടാവും, വർക്ക് സെന്റേഴ്സുകൾ ഉണ്ട്, പ്രോഗ്രാം ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. ഇവയിലെല്ലാം തന്നെ താങ്കൾക്ക് വേണ്ട എല്ലാ ക്ലാസുകളും കിട്ടും. കൂടാതെ നേർക്ക് നേരുള്ള ചർച്ചകൾക്ക് വേണ്ടി ഫേസ് ടു ഫേസ് അക്കാഡമിക് കൗൺസിലിംഗും താങ്കൾക്ക് റെഗുലറായി കിട്ടും. പക്ഷെ ഇത് എത്ര പേര് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ചോദ്യം. നിങ്ങൾക്ക് ഈ വാക്കുകൾ നേരിട്ട് കേൾക്കുന്നു എങ്കിൽ, മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ വാക്കുകൾ നേരിട്ട് കേൾക്കുന്നു എങ്കിൽ, ക്ഷമയോടുകൂടി താങ്കൾ കേൾക്കുന്നു എങ്കിൽ, ഒരിക്കൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം കേൾക്കുമ്പോൾ താങ്കളുടെ മനസ്സിന്റെ ഉള്ളിൽ അത് റീഇൻഫോഴ്സ് ആയി. എന്നാൽ വേഗത്തിലാണ് താങ്കൾ കേട്ടുപോകുന്നത് എങ്കിൽ അതേ വേഗത്തിൽ താങ്കളുടെ കയ്യിൽ നിന്ന് അത് മറന്നു പോകാനുള്ള ദൈവം തന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു അനുഗ്രഹമാണല്ലോ മറവി. അതുകൊണ്ട് തന്നെ നമുക്ക് മറവി എന്നുള്ളത് ചിലപ്പോൾ വില്ലനായി വരാറുണ്ട്.
ഓക്കെ. അപ്പോൾ നേരിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആനന്ദം, ആ ഒരു മനസ്സിലാക്കൽ, അതിലൂടെ ഉണ്ടാകുന്ന സപ്പോർട്ട് സിസ്റ്റം, ഇതെല്ലാം കാലങ്ങളോളം നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഓർത്തു വെക്കുന്നത് എഴുതി 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 വായിച്ച് 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 നമ്മൾ ചെയ്തതാണ്. അതിനെ നമ്മൾ സാധാരണ നാടകത്തിലൊക്കെ റിഹേഴ്സൽ എന്ന് നമ്മൾ പറയുന്നത് പോലെ റീഡ് റീഡ് റീഡ്, റൈറ്റ് റൈറ്റ് റൈറ്റ്, റിഹേഴ്സൽ റിഹേഴ്സൽ റിഹേഴ്സൽ, അങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് റീഇൻഫോഴ്സ് ആകും, റീഇൻഫോഴ്സ് ആകും, റീഇൻഫോഴ്സ് ആകും, പ്രബലപ്പെടും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അറിവ് സ്വായത്തമാകുക. ഒരു നൂതന സന്ദർഭത്തിൽ അഥവാ പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പുഞ്ചിരിയോടുകൂടി ചോദ്യ പേപ്പർ വാങ്ങുകയും പുഞ്ചിരിയോടുകൂടി ഉത്തരം എഴുതാൻ ഇതിങ്ങനെ ഒഴുകി വരികയും ചെയ്യണമെങ്കിൽ പഠനം പാൽപ്പായസം പോലെ താങ്കൾ പരിചയപ്പെട്ടിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. ഇൻ കേസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ എ പ്രോഗ്രാം ഈസ് സ്മാൾ, കുറഞ്ഞ കുട്ടികളെ ഉള്ളൂ എന്ന് കരുതുക. ദ യൂണിവേഴ്സിറ്റി ഷാൽ പ്രൊവൈഡ് ടെക്നോളജി എനേബിൾ ലേണർ സപ്പോർട്ട്സ്. TLS തരും, ടെക്നോളജി ഇനേബിൾഡ് കോഴ്സ് ആയിരിക്കും തരിക. കുട്ടികൾ ആകെ കുറവേ ഉള്ളൂ. ഇപ്പൊ സപ്പോസ് CPY സർട്ടിഫിക്കറ്റ് ഇൻ യോഗ, ആകെ കുറച്ചേ കുട്ടികളെ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് കുറച്ച് കുട്ടികളെ ഉള്ളൂ. അപ്പൊ ഗ്യാൻ ദർശനിലൂടെ, ഗ്യാൻവാണിയിലൂടെ, സ്വയം പ്രഭയിലൂടെ, വെബ് ബേസ്ഡ് വ്യാസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇതെല്ലാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. ഗ്യാൻ ദർശൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്, ഗ്യാൻവാണി പരിചയപ്പെടുത്തി തരുന്നു, സ്വയം പ്രഭ ചാനൽ പരിചയപ്പെടുത്തി തരുന്നു, വെബ് ബേസ്ഡ് സപ്പോർട്ട് പരിചയപ്പെടുത്തുന്നു. ഇവയെല്ലാം ഇന്ന് നമ്മൾ ഭംഗിയായി മനസ്സിലാക്കി. ഇതിലെല്ലാം നിങ്ങൾക്ക് ക്ലാസ് ആണ് സുഹൃത്തുക്കളെ. വെറുതെ ഒരു ദൂരദർശൻ പോലെ എന്തെങ്കിലും നിങ്ങൾ കാണുകയല്ല. ഗ്യാൻ കാ മത്ലബ് നോളജ്, അറിവ്, അറിവ്, അറിവ് ദർശിക്കുക, അറിവ് കേൾക്കുക, അറിവ് ഒഴുകുക. ഗ്യാൻധാര, ഗ്യാൻധാര, വെബ് ബേസ്ഡ്, വെബ് ഇനേബിൾഡ് സപ്പോർട്ട് സിസ്റ്റം, വ്യാസ് എന്ന് പറയുന്ന ഒരു രൂപത്തില് അങ്ങനെ ഉള്ള പ്രോഗ്രാമുകൾ. ഇനി എങ്ങനെയാണ് ഇഗ്നോ നമുക്ക് പ്രോഗ്രാമുകൾ, ഈ കോഴ്സുകളെല്ലാം നമ്മളുടെ അടുത്തേക്ക് തരുന്നത്, അഥവാ പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. പൊതുവെ നമ്മൾ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ്, കൺവെൻഷണൽ യൂണിവേഴ്സിറ്റീസ് ഫേസ് ടു ഫേസ് തരുമ്പോൾ ഇവിടെ മോർ ലേണർ ഓറിയന്റഡ് ആണ്. കൺവെൻഷനൽ ഇതിലെല്ലാം ടീച്ചർ ഓറിയന്റഡ്, പ്രൊഫസർ ഓറിയന്റഡ്, ലെക്ചർ ഓറിയന്റഡ് ആണ്. ലെക്ചർ ക്ലാസ് തരുന്നു, 50 പേർ 60 പേർ അതിന് ചുറ്റിലുമുണ്ട്. ലെക്ചറാണ് അവിടെ ഡോമിനേറ്റർ, ലെക്ചറിന്റെ രീതിയിലുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ സരളമാകും, ചിലപ്പോൾ വിരസമാകും, അങ്ങനെയുള്ള. അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ് റൂം എന്നുള്ള ആ ഒരു പൊതുമണ്ഡലത്തിൽ നിന്ന്, അധ്യാപകൻ എന്നുള്ള കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വിരസമായിരിക്കാം, ചിലപ്പോൾ അത് വിരഹമായിരിക്കാം, ചിലപ്പോൾ അത് നല്ല രസകരമായിരിക്കാം. പക്ഷേ ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങൾ ലേണർ ഓറിയന്റഡ് ആണ് തരുന്നത്. ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം ഈസ് മോർ learner oriented, and the learner is an active participant in the pedagogical or teaching and learning process. Most of the instructions are imparted through distance education methodology as per the requirements. എന്താണോ സിസ്റ്റം ആവശ്യപ്പെടുന്നത്, സിസ്റ്റത്തിൽ താങ്കൾ ഉണ്ട്, കമ്പ്യൂട്ടർ എന്നുള്ള സിസ്റ്റം അല്ല. ഈ ഓപ്പൺ ആൻഡ് റെഗുലർ സിസ്റ്റം, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റത്തിൽ, ഈ മെത്തഡോളജിയിൽ എന്തൊക്കെയാണോ ഒരു പഠിതാവിന് ആവശ്യമുള്ളത്, ആ പഠിതാവിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കൃത്യമായ സംഗതികൾ തരുന്നു. എന്തൊക്കെയാണ് പഠിതാവിന്റെ റിക്വയർമെന്റ് വേണ്ടി വരിക? ഒന്ന്, സെൽഫ് ഇൻസ്ട്രക്ഷണൽ റിട്ടൺ മെറ്റീരിയൽ. ആ വാക്ക് തന്നെ ശ്രദ്ധിച്ചോളൂ. സെൽഫ് ഇൻസ്ട്രക്ഷണൽ പ്രിന്റഡ് മെറ്റീരിയൽ, സ്വയം വിശദീകരിക്കുന്നത്. നിങ്ങളോട് പറയുകയാണ് നമുക്ക് ഇങ്ങനെ അത് ചെയ്യാം, ഈ രൂപത്തിൽ ഈ ഒരു ചർച്ചയെയാണ് നമ്മൾ, ഈ ഒരു ചിന്തയെയാണ് ഇങ്ങനെ പറയുന്നത്, താങ്കൾ ഇതിനു മുമ്പ് ഈ കാര്യം കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു വർത്തമാനമാണ്, നമ്മോട് സംസാരിക്കുന്ന ഒരു രീതിയാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത്. The printed study material written in self-instructional style for both the theory and the practical components of the programs is provided to the learners in the form of a single print book or e-book. പ്രിന്റ് ആയിട്ടോ അല്ലെങ്കിൽ പല ബ്ലോക്കുകളായിട്ടോ നമുക്ക് ബുക്കുകൾ കിട്ടും. ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. 3 മുതൽ 5 വരെ യൂണിറ്റ്. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 മണിക്കൂർ പഠന പ്രവർത്തനം. അപ്പൊ ഒരു ബ്ലോക്ക്
ഒരു ബുക്ക്, ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബുക്കിന്റെ അകത്ത് 4 ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് 4 യൂണിറ്റിന് അല്ലെങ്കിൽ 4 ക്രെഡിറ്റിന് ഉള്ളതാണ്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ അല്ല, 30 മണിക്കൂർ പഠന പ്രവർത്തനം എന്ന് പറയുന്നത് എഴുത്ത്, വായന, അധ്യാപകനുമായിട്ടുള്ള സംസർഗം, അധ്യാപകനുമായിട്ടുള്ള ചർച്ച, സഹപാഠികളുമായിട്ടുള്ള ചർച്ച, മറ്റ് കാര്യങ്ങൾ. ഇപ്പൊ നോട്ട്സിലെ വീഡിയോസ് വാച്ച് ചെയ്യൽ. ഇപ്പോൾ ഈ വീഡിയോ തന്നെ താങ്കൾ വാച്ച് ചെയ്യുന്നത് നമ്മൾ വേറെ തമാശയല്ലല്ലോ, അല്ലെങ്കിൽ ടിക്ടോക്ക് ജോക്കല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ചിന്താപരമായ ഇഗ്നോയുടെ കോഴ്സുകൾ, ഇഗ്നോയിലെ പഠന രീതി സ്വായത്തമാക്കാം എന്നുള്ള ഒരു ഡിസ്റ്റൻസ് ലേണിംഗിന്റെ ഒരു കൈത്താങ്ങാണ് ഞാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഒരു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ എ ബ്ലോക്ക് വിച്ച് കംസ് ഇൻ ദ ഫോം ഓഫ് എ ബുക്ക്ലെറ്റ് യൂഷ്വലി കംപ്രൈസസ് 3 to 5 യൂണിറ്റ്സ്. 5 യൂണിറ്റുകൾ, 3 മുതൽ 5 വരെയുള്ള യൂണിറ്റുകൾ ചേർന്നിട്ടുള്ള ഓരോ ബ്ലോക്കുകളുള്ള സെൽഫ് ഇൻസ്ട്രക്ഷണൽ പ്രിന്റഡ് മെറ്റീരിയൽ, റിട്ടൺ മെറ്റീരിയലാണ് നമുക്ക് നൽകുക. മാത്രമല്ല ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ് എയ്ഡ്സും ഇതിനോടൊപ്പം താങ്കൾക്ക് ലഭിക്കും. ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ CD ആയിട്ടൊക്കെ നിങ്ങൾക്ക് അത് പണ്ടായിരുന്നു. ഇപ്പൊ CD തന്നാൽ ഒരു CD പ്ലേയറും കൂടി തരേണ്ടി വരും. 20 മിനിറ്റ് 30 മിനിറ്റ് എല്ലാം കൈകാര്യം ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഉൾപ്പെടുന്ന യൂട്യൂബ് ലിങ്കുകൾ, ഫേസ്ബുക്ക് ക്ലാസുകൾ, അതെല്ലാം നമുക്ക് ഭംഗിയായിട്ട് തരും. അതെല്ലാം ഉൾക്കൊള്ളുന്ന ലിങ്കുകളുള്ള ഒരു ഫോം നമുക്ക് തരും, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നമ്മുടെ അടുത്തേക്ക് തരും. അതിൽ നിന്ന് നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പിലോ PC-യിലോ ലാപ്ടോപ്പിലോ ഉപയോഗിച്ച് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് വിരൽ തുമ്പിൽ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വരുന്നു. ദ വീഡിയോ കണ്ടന്റ് ഈസ് അവൈലബിൾ ഓൺ eGyan Ghosh ഓൾസോ. eGyan Ghosh നമ്മൾ പരിചയപ്പെടും. എന്താണ് eGyan Ghosh? അത് എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പൊ സെൽഫ് ഇൻസ്ട്രക്ഷണൽ പ്രിന്റഡ് മെറ്റീരിയൽ അത് എഴുതിയെടുത്തു. ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ എയ്ഡ്സ് അത് എഴുതിയെടുത്തു. eGyan Ghosh, ഘോഷ് എന്ന് പറഞ്ഞാൽ ഭണ്ഡാരം, ഗ്യാൻ എന്ന് പറഞ്ഞാൽ അറിവ്, ഈ ഇലക്ട്രോണിക്. അപ്പൊ ഇലക്ട്രോണിക് അറിവിന്റെ ഭണ്ഡാരം നമ്മളുടെ മുമ്പിൽ ലഭിക്കുകയാണ്. നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നു. eGyanGhosh.ac.in എന്നുള്ള ലിങ്കിൽ പോയാൽ നമുക്ക് eGyan Ghosh കിട്ടും. അത് പൂർണ്ണമായി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല the video programs are also telecast on national network of Gyan Darshan and Swayamprabha channels. നിർബന്ധമായും സ്വയംപ്രഭ ചാനൽ അല്ലട്ടോ, ചാനലുകൾ, സ്വയംപ്രഭ ചാനലുകളിലും ഗ്യാൻ ദർശൻ എന്നുള്ള നെറ്റ്വർക്കിലും നാഷണൽ നെറ്റ്വർക്കിലും നമുക്ക് ഇത് സ്ഥിരമായിട്ട് കിട്ടും. നിങ്ങളുടെ TV-കളിൽ അതുണ്ട്, വീടുകളിൽ നിങ്ങളുള്ള കേബിൾ കണക്ഷനിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ എല്ലാം തന്നെ ലൈവ് നമ്മൾ സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ജിയോ സ്ട്രീമിംഗ് ഉണ്ട്, സൺ സ്ട്രീമിംഗ് ഉണ്ട്, നമുക്ക് സോണി ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ആമസോൺ ഉണ്ട്, പ്രൈം, ഹോട്ട്സ്പോട്ട്, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്ന ആ രൂപത്തിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ളതെല്ലാം നമുക്ക് ലഭ്യമാണ്. ദ വീഡിയോ പ്രോഗ്രാംസ് ആർ ഓൾസോ ടെലികാസ്റ്റ് ഓൺ നാഷണൽ നെറ്റ്വർക്ക് ഓഫ് ഗ്യാൻ ദർശൻ ആൻഡ് സ്വയംപ്രഭ ചാനൽസ്. മാത്രമല്ല കൗൺസിലിംഗ് സെഷൻസ് നമുക്ക് ലഭിക്കും. പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറഞ്ഞാൽ നോർമലി കൗൺസിലിംഗ് സെഷൻസ് ആർ ഹെൽഡ് ആസ് പെർ ഷെഡ്യൂൾ. നേരത്തെ തയ്യാറാക്കിയ ഒരു പട്ടിക അനുസരിച്ച്, ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ്, ഡ്രോൺ ബൈ ദ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ആണ്. ലേണർ സപ്പോർട്ട് സെന്റർ നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിലാണ് തയ്യാറാക്കുന്നത്. ദീസ് ആർ മോസ്റ്റ്ലി ഹെൽഡ് ഔട്ട്സൈഡ് ദ റെഗുലർ വർക്കിംഗ് അവേഴ്സ് ഓഫ് ദ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേർ ദ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ആർ ലൊക്കേറ്റഡ്. താങ്കളുടെ ലേണർ സപ്പോർട്ട് സെന്റർ കൃത്യമായ അതൊരു പൊതുമണ്ഡലമാണ്, ഒരു കോളേജാണ്. അത് അവിടെ റെഗുലർ ടൈമിൽ, റെഗുലർ വർക്കിംഗ് അവേഴ്സിൽ അവിടെ റെഗുലറായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അവരില്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ താങ്കൾക്കുമുണ്ട്. അപ്പൊ ആ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആ ഏറ്റവും നല്ല പ്രഗത്ഭമായ മനോഹരമായ ഗാംഭീര്യമുള്ള യഥാർത്ഥ കോളേജുകളിലാണ് താങ്കൾക്ക് ക്ലാസുകൾ കിട്ടുന്നത്. അല്ലാതെ പാലക്കാട് ടൗണിലെ കൈരളി ബാറിന്റെ അടുത്ത് ഒരു പെട്ടിക്കടയിൽ 1ന്റെ സ്റ്റഡി സെന്റർ, 2ന്റെ സ്റ്റഡി സെന്റർ, 3ന്റെ സ്റ്റഡി സെന്റർ,
സെന്റർ. അതുപോലെ തന്നെ നമ്മൾ ശിക്ഷക് സദൻ മേട്ടുപ്പാളയം സ്ട്രീറ്റിലെ ഒരു റോഡിലൂടെ പോകുമ്പോൾ ഒരു വീടിന്റെ തൊട്ട് മുകളിലുള്ള ഒരു 10 മുറിയില് ഇന്നതിന്റെ സ്റ്റഡി സെന്റർ, ഇന്നതിന്റെ സ്റ്റഡി സെന്റർ, ഇന്നതിന്റെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പരിപാടികളല്ല. 15-20 ഏക്കറോളം വിശാലമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള കോളേജുകൾ. ആ കോളേജുകൾ മുഴുവനും താങ്കൾക്കുള്ള അവിടുത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, അവിടുത്തെ എല്ലാ ഫെസിലിറ്റിയും, അവിടെയുള്ള എല്ലാ പഠന ഉപകരണങ്ങളും എല്ലാം ആ വർക്കിംഗ് ടൈമിൽ നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു MOU-ലാണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിലാണ് ആ സ്ഥാപനവും ഇഗ്നോയും തമ്മിൽ കൈകോർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പോയാൽ താങ്കൾക്ക് ഗുണം, പോയില്ലെങ്കിൽ താങ്കൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം. കോളേജിൽ പോയില്ല എന്നുള്ള പരിഭവം ഈ 90ാമത്തെ വയസ്സിലും നമുക്ക് പരിഹരിക്കാം. അതിനുള്ള മനോഹരമായ അവസരമാണ് ഇവിടെ നൽകുന്നത്. അപ്പൊ ഇവിടെ കിട്ടുന്നത് എല്ലാം തന്നെ, ഇൻ കേസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ പ്രോഗ്രാം ഈസ് സ്മോൾ, കുറഞ്ഞ കുട്ടികളെ ഉള്ളൂ എങ്കിൽ ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് ഷാൾ നോട്ട് ബി ഓർഗനൈസ്ഡ്. ഇൻ സച്ച് കേസസ് ദ യൂണിവേഴ്സിറ്റി ഷാൾ പ്രൊവൈഡ് വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് ടു ദി ലേണേഴ്സ്. താങ്കൾക്ക് വ്യാസ് ആണ് നൽകുക. വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട്, അതായത് യൂട്യൂബിലൂടെ ഉള്ള ക്ലാസുകൾ, ഫേസ്ബുക്കിലൂടെ ഉള്ള ക്ലാസുകൾ, റെക്കോർഡഡ് ക്ലാസുകൾ താങ്കൾക്ക് കിട്ടും. അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് എങ്കിൽ താങ്കൾ എന്ത് തന്നെയാണെങ്കിലും എഴുതിയെടുക്കുക. ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ കോർഡിനേറ്റർ ആരാണ് എന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണ് എന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് നിങ്ങൾ ഏത് റീജിയണൽ സെന്ററിലാണ് എന്ന് മനസ്സിലാക്കണം. റീജിയണൽ സെന്റർ നെയിം, regional center code, regional director name, regional director mobile number or phone number, regional center email address, study center ഏതാണ്, study center code എന്താണ്, study center address എന്താണ്, study center email address എന്താണ്, study center കോർഡിനേറ്ററുടെ നമ്പർ, കോണ്ടാക്ട് നമ്പർ എന്താണ്, അക്കാഡമിക് കൗൺസിലേഴ്സ് ഓരോ സബ്ജക്റ്റിനും ആരാണ്, അവരുടെ മൊബൈൽ നമ്പർ എന്താണ്, അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവർ എങ്ങനെയാണ് നമുക്ക് ക്ലാസുകൾ തരുന്നത്, അത് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്, പ്രാക്ടിക്കൽ തരേണ്ടത് ആരാണ്, പ്രാക്ടിക്കൽ ക്ലാസ് എവിടെയാണ് കിട്ടുക, നിങ്ങൾ സാധാരണ ഡിഗ്രിക്ക് എവിടെയാണോ പഠിച്ചിരുന്നത് അവിടെ എന്താണോ സയൻസ് വിഷയങ്ങൾക്ക് ചെയ്തിരുന്നത്, ലാബ് എങ്ങനെയൊക്കെയാണോ കിട്ടിയിരുന്നത്, അതുപോലെ PSMO കോളേജിലെ ലബോറട്ടറി നിങ്ങൾക്കുള്ളതാണ്. മാർ ഇവാനിയസ് കോളേജിലെ ലബോറട്ടറി താങ്കൾക്കുള്ളതാണ്. കട്ടപ്പന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ലാബ് താങ്കൾക്കുള്ളതാണ്. അങ്ങനെ എല്ലാ സംഗതികളും താങ്കൾക്ക് ഉള്ളതാണ്. ഇഗ്നോ റെഗുലർ കുട്ടികൾക്ക് എന്തൊക്കെയാണോ പഠന വിഭവങ്ങൾ ഉള്ളത് അതുപോലെയുള്ള പഠന വിഭവങ്ങൾ ഇവിടെയും ഉണ്ട്. സുപ്രധാനമായ മറ്റ് സംഗതിയാണ് ടെലികോൺഫറൻസസ്. ലൈവ് സെഷൻസ് ആർ കണ്ടക്റ്റഡ് വയ സാറ്റലൈറ്റ് ത്രൂ ഇന്ററാക്റ്റീവ് ഗ്യാൻ ദർശൻ ചാനൽസ് ആസ് വെൽ ആസ് സൈമൾട്ടേനിയസ്ലി ഫേസ്ബുക്ക് ലൈവ് സെഷൻസ്. igno.ac.in എന്നുള്ളതിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ലൈവിലൂടെ നമുക്ക് കൃത്യമായി ഗ്യാൻ ദർശൻ ചാനലിലൂടെ ടെലികോൺഫറൻസസ് റെഗുലറായി താങ്കൾക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് പ്രാക്ടിക്കൽസ്, പ്രോജക്റ്റ് വർക്ക്, ഇതെല്ലാം അതിൻ്റെതായ രൂപത്തിൽ തന്നെ നമുക്ക് നടക്കും. അതിന്റെ അറ്റൻഡൻസ് ഈസ് മസ്റ്റ് ആണ്. Attendance at practical sessions is compulsory, that is mandatory. For project work, a comprehensive project guide. നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്രോജക്റ്റ് ഗൈഡ് തന്നിരിക്കും. അവിടെ ഒരു ഇന്റേണൽ ഗൈഡ് ഉണ്ടായിരിക്കും, ഒരു എക്സ്റ്റേണൽ ഗൈഡ് ഉണ്ടായിരിക്കും. അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒരു ബുക്ക്ലെറ്റ് രൂപത്തിൽ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. കൃത്യമായി താങ്കൾ അത് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഗ്യാൻ ദർശൻ എന്നുള്ളത് നമുക്ക് എല്ലാ ദൂരദർശനിൽ കിട്ടുന്ന, അതുപോലെ തന്നെ ഗ്യാൻ ദർശൻ ഉണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗ്യാൻ വാണിയുണ്ട്. ഗ്യാൻ വാണി FM റേഡിയോ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ സ്വയംപ്രഭ ചാനലുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഞാൻ ആദ്യം ഗ്യാൻ ദർശനിലേക്ക് പോകാം. നമുക്ക് 1 by 1 ആയി പരിചയപ്പെടാം. ഗ്യാൻ ദർശനിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന പഠനാനുഭവങ്ങൾ എത്രത്തോളം മഹത്തരമാണ്. അത് DTH കേബിൾ ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് നൽകുന്നത്. സ്വയംപ്രഭ ചാനലിലൂടെ നമുക്കത് വാച്ച് ചെയ്യാം. അവിടെ ഗ്യാൻ ദർശനിലെ കൃത്യമായി ഇവിടെ ഇങ്ങനെ ഒരു വെബ് കാസ്റ്റ് ഉണ്ടായിരിക്കും. ഗ്യാൻ ദർശന്റെ എങ്ങനെയൊക്കെയാണ് ക്ലാസുകൾ തരുന്നത് എന്നുള്ള ഷെഡ്യൂൾ ഇവിടെ ഉണ്ടായിരിക്കും. ഗ്യാൻ ദർശന്റെ ഷെഡ്യൂൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്.
ആ ഗ്യാൻ ദർശൻ ഷെഡ്യൂളിലെ ഓരോ ദിവസവും എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, ഏത് രീതിയിലൊക്കെയാണ്, ആരാണ് നമുക്ക് ക്ലാസ് തരുന്നത്, ഏത് ടൈം മുതൽ ഏത് ടൈം വരെയാണ് ക്ലാസ്സുകൾ തരുന്നത്, അതെല്ലാം കൃത്യമായി പറഞ്ഞിരിക്കും. നോക്കൂ, ഈ മാസത്തെ 1-ാം തീയതി മുതൽ ഗ്യാൻ ദർശനില് ഏതൊക്കെ, അതിനു മുമ്പ് നിങ്ങൾ നിർബന്ധമായും ഇങ്ങനെയുള്ള കുറെ സംഗതികൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഏത് സ്കൂളിലാണ് ഉൾപ്പെടുന്നത്. ഇവിടെ സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ, സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് ഹോം സയൻസ്, സ്കൂൾ ഓഫ് ടെക്നിക്കൽ കോഴ്സസ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്, സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻസ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് ലാംഗ്വേജ്, സ്ട്രൈഡ്, സ്കൂൾ ഓഫ് സയൻസ്, സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജ്, ഇങ്ങനെ പല തരത്തിലുള്ള സ്കൂളുകൾ നമുക്കുണ്ട്. ആ ഓരോ സ്കൂളുകളിലും ഇഗ്നോ ലൈവ് ക്ലാസ്സുകൾ എപ്പോഴൊക്കെയാണ് റീജിയണൽ സെന്ററിൽ നിന്ന് കിട്ടുന്നത്, ഓരോന്നും എത്ര ദൈർഘ്യമുള്ളതാണ് നോക്കൂ. 22.33 മിനിറ്റ് എന്ന് കൃത്യമായാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ലൈവ് ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ലഭ്യമാണ്. ഇഗ്നോ ലൈവ് റിപ്പീറ്റ് ക്ലാസ്സുകൾ, കാരണം പല കാരണങ്ങൾ കൊണ്ട് പല സ്ഥലത്തേക്ക് പോകുന്നവർക്ക് റിപ്പീറ്റ് ക്ലാസ്സുകൾ കിട്ടുകയാണ്. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളതാണ് ഗ്യാൻ ദർശനിലൂടെ അടുത്ത ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു മാസത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ അത് തന്നെ വൈകിട്ട് 8 മണിക്ക് ശേഷം, രാവിലെ കിട്ടുന്ന ക്ലാസ്സുകൾ വൈകിട്ട് 8 മണിക്ക് ശേഷം അത് റിപ്പീറ്റ് ചെയ്തിട്ട് ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. ആ ക്ലാസ്സുകളെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ടെലികോൺഫറൻസിന്റെ ഷെഡ്യൂൾ മനസ്സിലാക്കി വെക്കാം. ടെലികോൺഫറൻസ്, ഈ ഗ്യാൻ ദർശൻ കൂടാതെ ഗ്യാൻ ധാര എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. ആ ഗ്യാൻ ധാരയാണ് ഇപ്പോൾ ഞാൻ താങ്കളെ കാണിച്ചു തരുന്നത്. ഗ്യാൻ ധാരയിലെ എല്ലാ തരത്തിലും എപ്പോഴാണ് ഗ്യാൻ ധാരയിലെ ഓരോ ഷെഡ്യൂളുകൾ എന്തൊക്കെയാണ്. രാവിലെ 11 മണി മുതൽ ഉച്ചക്ക് 1 മണി വരെയാണ് ഗ്യാൻ ധാരയിലെ അറിവ് ഒഴുക്കുന്നത് നമുക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഗ്യാൻ ധാര എന്നുള്ളത് ജസ്റ്റ് ഗ്യാൻ ധാര. അപ്പൊ നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ഏത് മാസത്തിലാണ് സ്കൂൾ ഓഫ് സയൻസിലെ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ, എഡ്യൂക്കേഷനിലെ, സ്കൂൾ ഓഫ് അഗ്രികൾച്ചറിലെ, വൊക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ കോഴ്സസ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, അങ്ങനെ പല തരത്തിലുള്ള സ്കൂളുകളിൽ നമുക്ക് എല്ലാ തരം കോഴ്സുകളുടെയും ഷെഡ്യൂളുകൾ കൃത്യമായി ഇവിടെ ലഭിക്കുകയും ആ ലഭിക്കുന്ന ക്ലാസ്സുകൾ അനുസരിച്ച് താങ്കൾക്ക് മനോഹരമായി മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുപോലെ തന്നെ ഗ്യാൻ ധാര നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഗ്യാൻ ധാര കൂടാതെ ഗ്യാൻ വാണി, അതിൽ എങ്ങനെയാണ് നമുക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത്. ഗ്യാൻ വാണി എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ചുറ്റളവിലെ 2001 മുതൽ നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഗ്യാൻ ധാര അഥവാ ഗ്യാൻ വാണി. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം ഗ്യാൻ ധാരയിൽ നിന്ന് നേരെ സ്വയംപ്രഭ ചാനലിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. പക്ഷെ ഗ്യാൻ ധാരയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ അതിൽ ഒരു സംഗതി കൃത്യമായി ഇവിടെ മനസ്സിലാക്കിക്കോളും. ഇന്ററാക്ഷൻ ടൈമിംഗ് 11 മണി മുതൽ 1 മണി വരെയാണ്. ഗ്യാൻ ധാരയുടെ ഷെഡ്യൂൾ കൃത്യമായി ഇവിടെ നമുക്ക് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാൻ ധാരയിലെ ഷെഡ്യൂൾ ഇവിടെ നമുക്ക് കൃത്യമായി ലഭ്യമാണ്. ഏത് സമയത്തുള്ള പ്രോഗ്രാമാണ്, ഏത് സ്കൂളിൽപ്പെട്ടവരാണ്. നിങ്ങൾ ഒരു കാര്യമല്ലേ നോക്കേണ്ടതുള്ളൂ. ഈ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണല്ലോ പല സ്കൂളുകൾക്കും പലതും പറഞ്ഞു തരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ ഏത് സ്കൂളിലാണ്, ആ അക്കാഡമിക് ബ്രീഫ് അത് എന്തൊക്കെയാണ് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്, അതെല്ലാം ഒരു നോട്ട്ബുക്ക് വെച്ച് കൃത്യമായി സത്യസന്ധമായി എല്ലാവരും തന്നെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് മറ്റ് പല യൂണിവേഴ്സിറ്റികളിലുള്ളവരും ക്ലാസ്സുകൾ എടുക്കുന്നു. അതാണ് ഇതിലെ പ്രത്യേകത. ഇഗ്നോയിലാണ് എങ്കിൽ പോലും അസിസ്റ്റന്റ് പ്രൊഫസർ ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി ന്യൂഡൽഹിയിലെ പ്രൊഫസേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫസർ നെഹൽ ഫാറൂഖി, പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ്, പല തരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇഗ്നോയിലേതായിട്ടുള്ള ചില സെറ്റപ്പുകൾ ഉണ്ട്. അത് കൂടാതെ മറ്റ് അസോസിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ഒരു ടൈപ്പും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഗ്യാൻ ധാര ക്ലാസ്സുകൾക്ക് ശേഷം നമുക്ക് സ്വയംപ്രഭ ചാനലിലേക്ക് പോകാം. ഗ്യാൻ ധാര ക്ലാസ്സുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. സ്വയംപ്രഭ ചാനലിൽ നമുക്ക് എങ്ങനെയാണ് ക്ലാസ്സുകൾ കിട്ടുന്നത് എന്ന് ഞാൻ ഒന്നും കൂടി താങ്കളെ വേറെ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി
മനസ്സിലാക്കി തരാം. പ്രിയപ്പെട്ടവരെ, ഇഗ്നോയുടെ സൈറ്റ് അഡ്രസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. www.igno.ac.in. അവിടെ മുകളിൽ ഹോം എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്, എബൌട്ട് ഇഗ്നോ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്, സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ള ലിങ്ക് ഉണ്ട്, റീജിയണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. സ്റ്റുഡന്റ് സപ്പോർട്ടിലെ സ്റ്റുഡന്റ് സോൺ എന്നുള്ള ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ എല്ലാവർക്കും ഇന്റർനെറ്റ് നല്ല ആക്സസ് കിട്ടുന്നു. അവിടെ മൊത്തം 3x7 21 യൂണിറ്റുകൾ അല്ലെങ്കിൽ 21 സബ് സിസ്റ്റംസ്, സബ് സ്വിച്ചസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതിൽ ഒന്ന് ഡിജിറ്റൽ ഡിഗ്രിയെ പറ്റിയുള്ള പഠനം, ഓൺലൈൻ ഓഫ്ലൈൻ പേയ്മെന്റ് ഫോർ മിസ്ലിനിയസ് ഫീസ്, ഇഗ്നോ ഉദ്യമി, ഓൺലൈൻ അഡ്മിഷൻ, ഇഗ്നോ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ് എങ്ങനെയൊക്കെയാണ്, ഡിഫൻസിലുള്ളത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഫോമുകളെല്ലാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ലൈബ്രറി എങ്ങനെയൊക്കെയാണ്, അസൈൻമെന്റ്സുകൾ എങ്ങനെയൊക്കെയാണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഈ ഭാഗത്ത് നമുക്ക് സ്വയം പ്രഭ എന്നുള്ള ചാനലിലേക്ക് പോകാം. നമ്മൾ നേരെ സ്വയം പ്രഭ ചാനലിലേക്കാണ് പോകുന്നത്. സ്വയം പ്രഭ ചാനലില് 2 തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ട്. ഒന്ന് വാച്ച് ആർച്ചീവ്സ് വീഡിയോസ്, മറ്റൊന്ന് കറണ്ട് ഷെഡ്യൂൾ. നമുക്ക് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജസ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആൻഡ് ട്രെയിനിങ്, അതുപോലെ തന്നെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ളതിലെല്ലാം തന്നെ ചാനൽ 17, 18, 19, 20 ഇഗ്നോ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സുകളാണ്. അതിൽ ഞാൻ കൃത്യമായി ഇപ്പോൾ ഒന്ന് വാച്ച് കറണ്ട് എന്നുള്ള ഒരു ലിങ്കിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഏറ്റവും മനോഹരമായ ക്ലാസ്സുകൾ, ഈ ക്ലാസ്സുകൾ എല്ലാം തന്നെ പ്രിയപ്പെട്ടവരെ എം നോട്ട്സിൽ നമുക്ക് ലഭ്യമാണ്. കുറേ സംഗതികൾ, ഏകദേശം ഒരു 400-ൽ കൂടുതൽ ക്ലാസ്സുകൾ എം നോട്ട്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. QR കോഡ് ഉപയോഗിച്ച് നമുക്ക് ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഫോറിൻ ലാംഗ്വേജിലെ ഫോണറ്റിക്സിനെ പറ്റി, ഇംഗ്ലീഷിലെ സർട്ടിഫിക്കറ്റ് ഇൻ റഷ്യൻ ലാംഗ്വേജിനെ പറ്റി ₹1 നിങ്ങൾ കൊടുക്കേണ്ടതില്ല, താങ്കൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് വുമൻ സ്റ്റഡീസിലെ MWG MA ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വുമൻ ആൻഡ് വർക്ക്, സ്വദേശ് ആൻഡ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, സ്വീഡനിലെ മാത്രമല്ല ഇന്ത്യന്റെ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട്, ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ളത്. അതേപോലെ തന്നെ MA ഇംഗ്ലീഷിന് MEG 9-ന് ആൻഡ് ഓസ്ട്രേലിയൻ ഫോറം ഇന്ത്യ ഇൻ ദി ഓസ്ട്രേലിയൻ ഇമാജിനേഷൻ എന്നുള്ള ഒരു ക്ലാസ്. ആ ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പോകാം. ഒരു ക്ലാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുന്നു. ഡു യു വാണ്ട് ടു ഓപ്പൺ ദിസ് വീഡിയോ? യെസ്, വി വാണ്ട് ടു ഓപ്പൺ ദിസ് വീഡിയോ. ആ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. വീഡിയോ അൺഅവൈലബിൾ ആണ്, has been terminated എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസിലെ ഇംഗ്ലീഷിലെ ഇന്ത്യ ചൈന റിലേഷൻസിനെ പറ്റിയുള്ളത്, ലാംഗ്വേജിലെ ഉറുദുവിന് ഹിന്ദിയെ പറ്റിയുള്ളത്, ഫീമെയിൽ വർക്ക്സ് ഇൻ ദി അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ലേബർ ഡെവലപ്മെന്റിനെ പറ്റി, സൈക്കോളജിയിലെ MPC 54 സർവീസസ് ഫോർ ദി മെന്റലി എന്നുള്ള ആ ഒരു ഇതിന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് അതിന്റെ ക്ലാസ് ഒന്ന്, സൈക്കോളജി ക്ലാസ്സുകളിലേക്ക് ഒന്ന് പോയി നോക്കാം, എന്താണ് അവിടെ ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതും ഇവിടെ തൽക്കാലം അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഉള്ളത്. ചിലപ്പോൾ നെറ്റ് ആക്സസ് ആകുന്നതിന്റെ ഒരു തടസ്സമായിരിക്കാം. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ലഭിക്കുന്നത് നമ്മുടെ ഭാഗ്യമനുസരിച്ച് നമുക്കിപ്പോൾ ലഭിക്കും. ഇവിടെ ലൈബ്രറി സയൻസിന്റെ പ്ലാൻസ് ഓഫ് വർക്ക്, ഓർഗനൈസിംഗ് ആൻഡ് മാനേജിംഗ് ഇൻഫർമേഷൻ എന്നുള്ളതിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇതെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ സമയം വളരെ പീക്ക് ടൈം ആയതുകൊണ്ടാണ് വീഡിയോ അൺഅവൈലബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. എന്തായാലും സ്വയം പ്രഭ ചാനലിലൂടെ നമുക്ക് മനോഹരമായ ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിലെ കറണ്ട് ക്ലാസ്സസ് ലഭ്യമാണ്. ഇത് കൂടാതെ തന്നെ ഇഗ്നോയുടെ ക്ലാസ്സസ് കൂടാതെ കറണ്ട് ക്ലാസ്സസ് നമുക്ക് ചാനൽ 17, 18-ലാണല്ലോ ഇപ്പോൾ നോക്കുന്നത്. ചാനൽ 17-ലാണല്ലോ നമ്മൾ ഇവിടെ നോക്കിയത്. ചാനൽ 1 ഹ്യൂമാനിറ്റീസ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പലരും ചോദിച്ചു, സാർ കൊമേഴ്സിലെ BComന്റെ ക്ലാസ് കിട്ടുന്നില്ല, എക്കണോമിക്സിന്റെ ക്ലാസ് കിട്ടുന്നില്ല എന്ന് പലരും കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. ഞാൻ കൗഡില്യ എന്നുള്ള ചാനൽ എടുക്കുന്നു, എക്കണോമിക്സ്, കൊമേഴ്സ് ആൻഡ് ഫിനാൻസ്. ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് കറണ്ട് ഇപ്പോഴുള്ള ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. UGC തരുന്ന ക്ലാസ്സുകളാണ്. CEC UGC ആണ് നമുക്ക് നൽകുന്നത്.
ഇവിടെ അക്കൗണ്ടിങ് പ്രോസസ്സിനെ പറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ പറ്റി, ഫണ്ടമെന്റൽസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, എക്കണോമിക്സിനും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കൊമേഴ്സിനും ഉള്ള UG പ്രോഗ്രാമിലെ ഡോക്ടർ നിലം പഞ്ചാൽ നമുക്ക് നൽകുന്ന ക്ലാസുകൾ, ഇന്ന് 20-ാം തീയതി നൽകപ്പെടുന്ന ക്ലാസുകളിലേക്ക് നമ്മൾ ഇപ്പോൾ പോവുകയാണ്. ഉച്ചക്ക് 1:38 നൽകിയ ടെലികാസ്റ്റ് ചെയ്ത ആ ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ ക്ലാസ് നമുക്ക് ലഭ്യമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നല്ല കറന്റ് പീക്ക് ടൈമിലാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നില്ല. ഓക്കെ, ഏത് ടൈമിലാണ് നമുക്കത് ലഭിക്കുക? എല്ലാം 3 മണി മുതൽ 3:14 വരെ, 4 മണി വരെ, 4:30 വരെ, 5 മണിക്ക്, ഏത് സമയത്താണ് നമുക്ക് ക്ലാസ്സുകൾ? 6:47-ന്, 8:50-നുള്ള ക്ലാസ്. സ്വാഭാവികമായിട്ടും ഈ ക്ലാസ് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റ്, നേച്ചർ ആൻഡ് മെഷർമെന്റ് ഓഫ് മാർക്കറ്റ് കോൺസെൻട്രേഷൻ, ഇൻഡിസസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇനീക്വാലിറ്റി മെഷേഴ്സ്, എക്കണോമിക്സിന്റെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാം. ഇന്ന് 20-ാം തീയതി നമുക്ക് സൺഡേ ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്നു. ലോകം മുഴുവനും കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണോ എന്ന് നമുക്ക് നോക്കാം. പൊതുവെ പീക്ക് സമയമായതുകൊണ്ട് കിട്ടാനുള്ള ഒരു ചെറിയ പ്രയാസമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പക്ഷേ നോർമൽ ടൈമിൽ രാത്രി ഒരു 11 മണിക്ക് ശേഷമൊക്കെ ഉള്ള ഒരു ക്ലാസ് ആണ് എങ്കിൽ നമുക്ക് വളരെ മനോഹരമായി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കാം. എങ്കിലും നമുക്കത് ലഭ്യമാണോ എന്ന് നമ്മൾ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുകയാണ്. ഈ ക്ലാസ്സുകൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. ഒരെണ്ണം നമുക്ക് ലഭ്യമായാൽ കാണാനും കേൾക്കാനും നമുക്കൊരു റിലയൻസ് നമുക്ക് വളരെ നന്നായി ലഭിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അടുത്ത ഒരു ദിവസം, ഞാൻ ഇത് സമയം നമ്മൾ അതിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്നില്ല, യൂട്യൂബ് വീഡിയോയിൽ തന്നെ യൂട്യൂബിലാണ് നമുക്ക് ഇതിന്റെ ക്ലാസ്സുകൾ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്വയംപ്രഭ ചാനലിന് ശേഷം നമ്മൾ മറ്റ് കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ പോകാവുന്നതാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മളുടെ ക്ലാസ്സുകളിൽ സ്വയംപ്രഭ ചാനലിൽ നമുക്ക് ലഭിച്ച ക്ലാസ്സുകൾ കൂടാതെ നമുക്ക് ഡിജിറ്റൽ ലൈബ്രറിയിൽ താങ്കൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല. താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്, താങ്കൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്, താങ്കൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. വീഡിയോ ആർച്ചീവില് താങ്കൾക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള രൂപത്തിൽ താങ്കൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഏത് മാർഗേനയും നമുക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ് എന്നുള്ള കാര്യം വളരെ നന്നായി മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇഗ്നോ നമുക്ക് നൽകുന്ന ഈ ക്ലാസ്സുകളിലെ ഏറ്റവും സുപ്രധാനമായ മറ്റ് ചില ക്ലാസ്സുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സ്വയംപ്രഭ ചാനൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ സപ്പോർട്ട് സിസ്റ്റത്തിൽ സ്റ്റുഡന്റ് സോണിൽ നമുക്ക് ലഭ്യമായ ക്ലാസ്സുകൾ, ഇതിലെ ഡിജിറ്റൽ ലൈബ്രറിയെ പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട്സ്, അങ്ങനെ നമുക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ് എന്ന് പറഞ്ഞു. വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് എന്ന് പറഞ്ഞത് വ്യാസ് എന്നുള്ള ഒരു രൂപത്തില് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമില് ജെൻഡർ സ്റ്റഡീസിന്റെ ക്ലാസ്സുകൾ, മാസ്റ്റർ ഓഫ് ആർട്സ് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗിന്റെ ക്ലാസ്സുകൾ, മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസിന്റെ ക്ലാസ്സുകൾ, ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ക്ലാസ്സുകൾ, കെമിസ്ട്രി, BSc കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ, BSc മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സുകൾ, BSc ഫിസിക്സിന്റെ ക്ലാസ്സുകൾ, BSc ജിയോളജിയുടെ ക്ലാസ്സുകൾ. 1 രൂപ ട്യൂഷൻ ഫീ കൊടുക്കാതെയാണ് താങ്കൾക്ക് എല്ലാം ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. BSc ഓണേഴ്സ് ബയോ കെമിസ്ട്രി പഠിക്കുന്നവർ, കോയമ്പത്തൂരിൽ നിന്ന് അടക്കം എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. BSc ഓണേഴ്സ് ബയോ കെമിസ്ട്രി പഠിക്കുന്നവർക്കുള്ള BSc കെമിസ്ട്രി, ബയോ കെമിസ്ട്രി പ്രോഗ്രാംസ് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് വ്യാസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലാസ്സുകൾ കിട്ടുന്നില്ല എന്ന് നമ്മൾ പൊതുവെ ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഇവിടെ നമുക്ക് ലഭ്യമാണ്. അസൈൻമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ഡൗൺലോഡ് ഇവിടെ ലഭ്യമാണ്. വിർച്വൽ ലാബ് നമുക്കറിയാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള BSc ഓണേഴ്സ് ബയോ കെമിസ്ട്രി പ്രോഗ്രാം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, BBCCT1 ബുക്ക് കിട്ടിയില്ല എന്നുള്ള പരാതികൾക്കെല്ലാം വിടാം. പുസ്തകം കിട്ടിയില്ല, ക്ലാസ് കിട്ടിയില്ല സാർ എന്ന് അങ്ങനെ പുസ്തകം തരുന്നതല്ല ഇഗ്നോയുടെ രീതി. ഇഗ്നോയുടെ പുസ്തകങ്ങൾ തരുന്നതിന് മുമ്പ് ഇതെല്ലാം തന്നെ ഇഗ്നോ ഓൺലൈനിൽ എല്ലാ
എല്ലാം സ്റ്റോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് പറഞ്ഞു തരാൻ നിങ്ങളുടെ അടുത്ത ആളുകളില്ല. ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ കാണുന്നു എങ്കിൽ, ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യുന്നു എങ്കിലും യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾ ലോകം മുഴുവനും ഉണ്ടെങ്കിൽ പോലും അവരാരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുക്കുകയേ വേണ്ടൂ. ആഴത്തിൽ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു ശീലം അവർക്ക് ഇല്ല. ദയവ് ചെയ്ത് ഈ വാക്കുകൾ കേൾക്കുന്നവർ നിങ്ങളുടെ സഹപാഠികളോട് ഈ വിവരങ്ങൾ പറയുക. എം നോട്ട്സ് നിരന്തരം വാച്ച് ചെയ്യാൻ പറയുക. എം നോട്ട്സ് തരുന്ന ആ ഗൈഡൻസ് താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതിലെ എല്ലാ ക്ലാസ്സുകളും നമുക്ക് ലഭ്യമാണ്. സപ്പോസ് സുവോളജിയുടെ ബുക്ക് നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ കിട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നു. അതിനെല്ലാം ഉള്ള ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ വിർച്വൽ ലാബ്സ് കിട്ടും. അസൈൻമെന്റ്സ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ബുക്കായി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടഡ് ഡൗൺലോഡ്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഓൺലൈൻ കൗൺസിലിംഗ് ക്ലാസ്സസ്, ഗ്യാൻ ദർശനിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമും തന്നെ ഇപ്പൊ ബയോ കെമിസ്ട്രി തന്നെ വേണം എന്നില്ല. അത് നമുക്ക് മറ്റുള്ള പല കോഴ്സുകളും നമുക്ക് നോക്കാവുന്നതാണ്. ബയോ കെമിസ്ട്രിയാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് മറ്റു കോഴ്സുകളിലേക്ക് വേണമെങ്കിൽ പോകാം. ഇവിടെ BSc ബയോ കെമിസ്ട്രി നമ്മൾ നോക്കി. BSc ബയോ കെമിസ്ട്രി നമുക്ക് ഒഴിവാക്കി മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ വാനോളം സ്നേഹിക്കുന്ന എല്ലാവർക്കുമുള്ള അതിഗംഭീരമായ പ്രോഗ്രാമുകളാണ് ഇഗ്നോ നമുക്ക് ഒരുക്കി തരുന്നത്. ഇഗ്നോയുടെ സൈറ്റില് കൃത്യമായി igno.ac.in എന്നുള്ള സൈറ്റിൽ അവിടെ നാലാമത്തെ ലിങ്കിൽ സ്റ്റുഡന്റ് സപ്പോർട്ടിൽ സ്റ്റുഡന്റ് സോൺ എന്നുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റുഡന്റ് സോണിലെ 21 ലിങ്ക് നമുക്ക് ഉപലിങ്കുകൾ നമുക്ക് ലഭ്യമാണ്. ആ ഉപലിങ്കിലെ ഏറ്റവും താഴെ വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട്സ് എന്നുള്ള ലിങ്കിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം, ഗ്രാജുവേറ്റ് പ്രോഗ്രാം, BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ജിയോളജി, ജിയോഗ്രഫി, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഡിപ്ലോമ പ്രോഗ്രാംസ്, ഒരുപാട് ഇഗ്നോ നൽകുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കുമുള്ള എല്ലാ കോഴ്സസും നമുക്ക് ഇത് ലഭ്യമാണ്. ഇതിനൊന്നും താങ്കൾ ഒരു രൂപ ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ എല്ലാവരും തന്നെ അവർക്ക് ഡെയിലി 1.5 GB, 2 GB, 3 GB നെറ്റ് ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ, 5G ഫോൺ എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ, കൃത്യമായി ഇത് ഉപയോഗിക്കാൻ പോലും സാധ്യത ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും ഇത് എന്ന് തീർച്ചയായും മനസ്സിലാക്കി വെക്കുക. നമുക്ക് വെബ് ഇനേബിൾഡ് സിസ്റ്റത്തിന്റെ തൊട്ട് പിറകെ ഉള്ള മറ്റൊരു സുപ്രധാനമായ സംഗതിയിലേക്ക് നമുക്ക് പോകാം. വെബ് ഇനേബിൾഡ് സിസ്റ്റത്തിന് ശേഷമുള്ള നമുക്ക് ഡിജിറ്റൽ ലൈബ്രറി. കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ലൈബ്രറി. ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് ഞാൻ പറഞ്ഞു 3 കോടിയിൽ കൂടുതൽ പുസ്തകങ്ങൾ ലഭ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് സാറേ ഇങ്ങനെ ബടായി വിടുന്നത് എന്ന് എത്രയോ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. ഇന്ന് ഞാൻ താങ്കൾക്ക് ആ ബടായി എന്നുള്ള ആ വാക്കിനെ പൊളിച്ചെഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, 4ാമത്തെ ലിങ്കില്, ഇഗ്നോയുടെ ഹോം പേജിലെ 4ാമത്തെ ലിങ്കില് സ്റ്റുഡന്റ് സോൺ എന്നുള്ള ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും താഴെ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്നുള്ള അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയുണ്ടായി. ഏറ്റവും പീക്ക് ടൈമിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഏതൊക്കെ തരത്തിലുള്ള ക്ലാസ്സുകളാണ് താങ്കൾക്ക് ലഭിക്കുന്നത്. സർവീസസ്, ഇന്റർനാഷണൽ സിംപോസിയം നമുക്ക് ലഭ്യമാണ്. ലാംഗ്വേജസ്, ഏത് ഭാഷയിലാണ് താങ്കൾക്ക് വേണ്ടത്? ഇംഗ്ലീഷിൽ വേണോ, ഹിന്ദിയിൽ വേണോ, അല്ലെങ്കിൽ ബംഗ്ലായിൽ വേണോ, തമിഴിൽ വേണോ, മറാഠിയിൽ വേണോ, കന്നഡയിൽ വേണോ, തുളുവിൽ വേണോ, മലയാളത്തിൽ വേണോ? CBSE പ്രോഗ്രാമുകൾക്കുള്ള ക്ലാസുകൾ, IIT, JEE, നീറ്റ് പരീക്ഷയ്ക്ക് ഉള്ളത്, ജോയിന്റ് അഡ്മിഷൻ ജാം അഥവാ ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സിനുള്ള അഡ്മിഷൻ ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗിന്റെ ഗേറ്റിന്റെ ടെസ്റ്റ് പ്രിപ്പറേഷൻ, UGC നെറ്റിനുള്ള ടെസ്റ്റ് പ്രിപ്പറേഷൻ, കരിയർ ഡെവലപ്മെന്റ് ആൻഡ് റിക്രൂട്ട്മെന്റ്, സ്കൂളുകളിലെ 1 മുതൽ 12 വരെ ഉള്ളത്, എഞ്ചിനീയറിംഗ്
വിഭാഗത്തിലുള്ളത്, സയൻസ് വിഭാഗത്തിലുള്ളത്, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുള്ളത്, ലിറ്ററേച്ചർ വിഭാഗത്തിലുള്ളത്, ലോ ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലുള്ളത്, അതുപോലെ തന്നെ COVID-19 കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശസ്തമായ ചില റിസർച്ച് റിപ്പോസിറ്ററി നമ്മളുടെ മുമ്പിൽ ലഭ്യമാണ്. ഫ്യൂച്ചേർഡ് കളക്ഷൻസ്, ഏറ്റവും നല്ല ഫ്യൂച്ചർ കളക്ഷൻസ്, നോട്ട് ഫ്യൂച്ചർ ഭാവി എന്നുള്ളതല്ല, ഏറ്റവും നല്ല കളക്ഷൻസ് ഇവിടെ കുറെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ബർത്ത് സെഞ്ചുറി ഓഫ് സത്യജിത്ത് റോയ് ഓൺ ദിസ് ഡേ, ഈ ദിവസത്തിൽ നമുക്കുള്ള പ്രത്യേകതകള്. പേഴ്സൺ ഓഫ് ദ വീക്ക് നിക്കോള ടെസ്ല, ടോപ്പിക് ഓഫ് ദ വീക്ക് 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, ടോക്ക് ആൻഡ് വെബിനാർസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് MEICT നാഷണൽ മിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ത്രൂ ICT എന്നുള്ള രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. നമുക്ക് ഇവിടെ ഹ്യൂമാനിറ്റീസ് മേഖല അല്ലെങ്കിൽ ലിറ്ററേച്ചർ മേഖലയിൽ സ്റ്റഡി അറ്റ് ഹോം എന്നുള്ള മേഖലയിൽ ലിറ്ററേച്ചറിലേക്ക് നമുക്ക് പോകാം. സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വേണോ, ഹിന്ദി ലിറ്ററേച്ചർ വേണോ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ വേണോ, ഉറുദു വേണോ, ലിറ്റററി വർക്ക്സ് ഇൻ ഇംഗ്ലീഷ് വേണോ, നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് പോകാം. അതിൽ വീഡിയോ ലെക്ചേഴ്സ് വേണോ, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വീഡിയോ ലെക്ചേഴ്സ് വേണോ, 20th സെഞ്ചുറി വീഡിയോ ലെക്ചേഴ്സ് വേണോ, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് വീഡിയോ ലെക്ചേഴ്സ് വേണോ, NPTEL നൽകുന്ന ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇറ്റ്സ് ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ്, ഇതിൽ ഏതിനെ പറ്റിയാണ് വേണ്ടത്? നമുക്ക് വളരെ ഭംഗിയായി ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് അതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമുക്ക് എന്താണ് ഇവിടെ ലഭ്യമായിരിക്കുന്നത്, നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇങ്ങനെ വൈവിധ്യമാർന്ന പഠന രീതികളാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷില് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എസ്തെറ്റിക്സ് ഇൻ ഇന്ത്യൻ ഡ്രാമ. ഞാൻ 3 കോടിയിൽ കൂടുതൽ എന്നാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് ഓർക്കുക. അത്രയും വിഭവങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്ര ഇംഗ്ലീഷിൽ മാത്രം നമുക്ക് ഒരു ഏരിയയിൽ ഇത്രയും മേഖലയിൽ നമുക്ക് വളരെ വളരെ ആഴത്തിലുണ്ട്. നമുക്ക് ഇവിടെ കണ്ടംപററി ഇന്ത്യൻ വുമൻ പോയറ്റ്സ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ആ കണ്ടംപററി ഇന്ത്യൻ വുമൻസ് പോയറ്റ്സ് എന്നുള്ളതിനെ പറ്റി ഉള്ളിലേക്ക് പോകുമ്പോൾ അതിന്റെ അകത്ത് തന്നെ ഒരുപാട് സാധ്യതകൾ, നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വരികയാണ്. എസ്തെറ്റിക്സ് ഇൻ ഇന്ത്യൻ ഡ്രാമ, ഇവിടെ അതിന്റെ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. അതിന്റെ വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. വീഡിയോയിലാണല്ലോ നമ്മൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിരുന്നത്. ആ വീഡിയോ ക്ലാസ്സസ് നമുക്ക് ലഭ്യമാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഏത് ഭാഷയിലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിലും നമുക്ക് ലഭ്യമാണ്. കണ്ടംപററി ഇന്ത്യൻ വുമൻ പോയറ്റ്സ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ക്ലാസ്, ഇത് വേണമെങ്കിൽ താങ്കളുടെ സുഹൃത്തുക്കൾ അവൈലബിൾ ത്രൂ DTH പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്, ഡിഷ് TV ലഭ്യമാണ്, കേബിൾ ഓപ്പറേറ്ററിലൂടെ ലഭ്യമാണ്, CEC എഡ്യൂക്കേറ്റർ നെറ്റ്വർക്കിൽ ലഭ്യമാണ്, www.cec.nic.in ലഭ്യമാണ്, പല രൂപത്തിൽ. അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ്. എല്ലാ ക്ലാസ്സുകളും നമുക്ക് വളരെ മനോഹരമായി ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും പീക്ക് ടൈമിലായതുകൊണ്ട് ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം നമ്മൾ ഇത് എന്ന് ശ്രദ്ധിക്കുക. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും Good morning, friends. This is UGC CEC Education Network. Dr. Anand Prakash നൽകുന്ന ക്ലാസ്സുകളാണ്. പ്രൊഫസർ റിട്ടയർഡ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണ് നമുക്കിപ്പോൾ ഈ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. We have Professor Richa Bajaj from Delhi University to give us a lecture on contemporary women's poetry. And Richa Bajaj has written. അപ്പോൾ ഈ വീഡിയോയുടെ ദൈർഘ്യം നീളണ്ട എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇത് തൽക്കാലം ഈ ലിങ്കിൽ നിന്ന് മാറുകയാണ്. അങ്ങനെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ തന്നെ ഏത് തരത്തിലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ, ഇംഗ്ലീഷ് ആസ് ആൻ ഓർഗനൈസ്ഡ് ഡിസിപ്ലിൻ എന്നുള്ള ഒരു ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ഈ സന്ദർഭത്തിൽ നോക്കാം. പക്ഷെ എങ്ങനെയാണ്, ഒരു ലിങ്ക് വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ആവുന്നു. അത് താങ്കൾക്ക്
മൊബൈലിലോ അല്ലെങ്കിൽ PC-യിലോ ലാപ്ടോപ്പിലോ താങ്കളുടെ ടാബ്ലറ്റിലോ ഏതിൽ വേണമെങ്കിലും താങ്കൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അനന്ത സാധ്യതകളുടെ ചേരുവകളാണ് ഈ ലൈബ്രറിയിലൂടെ നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഏകദേശം 3 കോടിയോളം 3 കോടിയിൽ കൂടുതൽ 3 കോടിയോളം എന്നല്ല 3 കോടിയിൽ കൂടുതലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് all types of resources such as books, materials, educational materials in a large level, വ്യത്യസ്തമായ ഭാഷയിലെ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാക്കിയ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാണ്. എഡ്യൂക്കേഷൻ, ടെക്നോളജി, സോഷ്യൽ സയൻസസ്, ലോ, പ്രസന്റേഷൻസ്, നോട്ട്സ്, സിമുലേഷൻസ്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് വ്യത്യസ്ത ഭാഷകളിൽ വിക്കിപീഡിയയിലൂടെ, ഡിജിറ്റൽ റെസ്പിറേറ്ററിയിലൂടെ നമുക്ക് ലഭ്യമാണ്. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, പ്രൈമറി മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഒരു നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി 75th ആസാദി കാ അമൃത് മഹോത്സവിൽ നമുക്ക് ലഭിക്കുകയാണ്. മറ്റ് സർവീസസ് എന്തൊക്കെയാണ് എന്ന് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ പ്രത്യേകിച്ച് ലോഗിൻ ചെയ്യാം. ഇന്റർനാഷണൽ സിംബോസിയംസ് വേണമെങ്കിൽ നമുക്ക്, ലോകോത്തര നിലവാരമുള്ള സിംബോസിയം വേണമെങ്കിൽ നമുക്ക് ഒരു അന്വേഷണ കുതുകി, ഒരു അന്വേഷണ വാഞ്ചയുള്ള ഒരു റിസർച്ച് സ്കോളർ എന്നുള്ള നിലക്ക് നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ പോകാം. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിഭവങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. IIT ഖാരഗ്പൂർ, അതുപോലെ തന്നെ NDLI എന്താണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭ്യമാണ്. എത്രത്തോളം ക്ലാസ്സുകളാണ്, എന്തൊക്കെയാണ് നമുക്കിവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കോടിക്കണക്കിലുള്ള ഇൻഫർമേഷൻസ്, പ്രത്യേകിച്ച് ഇന്ന് 20-ാം തീയതി ഉള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത്, 21-ാം തീയതി, 22-ാം തീയതി നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളത്, അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, സൗജന്യമായിട്ടാണ്. ഒരു പേപ്പർ നമുക്ക് ആവശ്യമാണ് എങ്കിൽ ആ പേപ്പർ നമ്മൾ എങ്ങനെ സ്വായത്തമാക്കാം, ഇതെല്ലാം തന്നെ G2O എന്നുള്ള 2023 ഇന്ത്യ നേതൃത്വം കൊടുക്കുന്ന ഇന്റർനാഷണൽ സിംബോസിയത്തിലെ ഡിജിറ്റൽ ലൈബ്രറീസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ വാനോളം നമുക്ക് സഹായിക്കുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്തുകൊണ്ടും നമുക്ക് ലഭ്യമാകുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ഏറ്റവും തലയെടുപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ജൻജൻ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, നാക്കിന്റെ A++ അംഗീകാരമുള്ള മഹത്തായ ഈ യൂണിവേഴ്സിറ്റിയിലൂടെ വളരെ വലിയ വിജയങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. ഇത്തരത്തില് സ്വയംപ്രഭ ചാനലിലൂടെ, ഗ്യാൻധാരയിലൂടെ, വെബ് ഇനേബിൾഡ് ക്ലാസ്സുകളിലൂടെ നമുക്ക് പോകാം. അടുത്ത ദിവസം നമുക്ക് മനോഹരമായ ഇഗ്നോയുടെ ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയൊക്കെയാണ്, അവിടെ നമ്മുടെ റോൾ എന്തൊക്കെയാണ്, സെൽഫ് അസസ്മെന്റ് എക്സസൈസ് ഒരാളും ചെയ്ത് നോക്കാത്ത ഒരു പ്രവണത, അതിൽ നിന്നാണ് നമ്മൾ സ്വയം മൂല്യനിർണ്ണയം നടത്തുന്ന ഒരു രീതി നിങ്ങളുടെ നോട്ട്ബുക്കുകളിൽ, നിങ്ങൾക്ക് തരുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ അത് പരിചയപ്പെടുത്തുകയാണ്. സെൽഫ് അസസ്മെന്റ് എക്സസൈസ് മാത്രമല്ല കണ്ടിന്യൂസ് ഇവാലുവേഷൻസ് എന്നുള്ളത്, അതുപോലെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ്, പ്രാക്ടിക്കൽ അസൈൻമെന്റ്സ്, സെമിനാർ, വർക്ക്ഷോപ്സ്, എക്സ്റ്റൻഡഡ് കോണ്ടാക്ട് പ്രോഗ്രാംസ്, ടേം എൻഡ് എക്സാമിനേഷൻസ്, പ്രോജക്ട്, ടേം എൻഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ്, അതിൽ ഇഗ്നോ നൽകുന്ന ഗ്രേഡുകൾ എക്സലന്റ് 5 ഗ്രേഡ് പോയിന്റ് ആണ് നമുക്ക് നൽകുന്നത്. 5 ഗ്രേഡ് പോയിന്റ് എന്നാണ്. എക്സലന്റ്, വെരി ഗുഡ്, ഗുഡ്, ആവറേജ്, അൺസാറ്റിസ്ഫാക്ടറി എന്നെല്ലാം പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഗ്രേഡിംഗ് സിസ്റ്റത്തിലെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ പെർസെന്റേജ് നമുക്ക് നൽകുന്നത് 10 ഗ്രേഡ് വെച്ചിട്ടാണ്. O എന്നുള്ള ഔട്ട്സ്റ്റാൻഡിംഗ്, A+ എന്നുള്ള എക്സലന്റ്, A എന്നുള്ള വെരി ഗുഡ്, B+ എന്നുള്ള ഗുഡ്, B എന്ന് പറയുന്നത് എബോ ആവറേജ്, C എന്നുള്ളത് ആവറേജ്, D എന്ന് പറയുന്ന പാസ്, F എന്ന് പറയുന്നത് ഫെയിൽ, AB എന്നുള്ള ആബ്സെന്റ്. ഇത് ഫൈനൽ
നമ്മുടെ മാർക്ക് ലിസ്റ്റിലാണ് ഇവയെ കാണുക. നമുക്ക് കഴിയുന്നത്ര O ആയും A+ ആയും A ആയും വാങ്ങാനുള്ള എല്ലാ സൗകര്യവും 65 മുതൽ 75% മാർക്ക്, 65% മുകളിൽ 100%-നുള്ളിൽ മാർക്ക് വാങ്ങാനുള്ള ചില തന്ത്രങ്ങളാണ് മുബാറക് മാസ്റ്റർ താങ്കൾക്ക് ഇതിലൂടെ വ്യക്തമാക്കി തരുന്നത് എന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരള, ഇഗ്നോയിലൂടെ നമുക്ക് നൽകുന്നു എന്ന് തിരിച്ചറിയുക. ഈ വീഡിയോ പരമാവധി താങ്കൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. ഇഗ്നോയിലെ പുതിയ അഡ്മിഷന് വേണ്ടി താങ്കൾക്ക് ഞാൻ നേരത്തെ തന്നിട്ടുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 7012461727 എന്നുള്ള നമ്പറിൽ താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളും താങ്കൾക്കും ഈ സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സ്നേഹപുരസരം ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോട്ട്സ് വാച്ച് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഈ വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും ഓർക്കുക, ഇഗ്നോയിൽ ചിലർ അഡ്മിഷൻ എടുത്തു. 45% മാത്രമേ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ചെയ്തു തരാൻ തയ്യാറായിട്ടുള്ള ഈ മഹത്തായ യൂണിവേഴ്സിറ്റി, ലോകത്ത് മറ്റു പലരും താങ്കളെ സഹായിക്കാൻ ഉണ്ടായിരിക്കാം, ഇന്ത്യയിൽ പലതും ഉണ്ടായിരിക്കാം. എല്ലാ അക്ഷയ സെന്ററുകാരും അല്ലെങ്കിൽ എല്ലാ കോമൺ സർവീസ് സെന്ററുകാരും എല്ലാ ഇന്റർനെറ്റ് കഫേയും ചിലപ്പോൾ താങ്കൾ തന്നെ കൃത്യമായ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റോ കൃത്യമായി മുമ്പേ സഞ്ചരിച്ച ഒരു വ്യക്തിയോ അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് ഗുണപ്രദവുമായിട്ടുള്ള വിജ്ഞാനങ്ങൾ താങ്കൾക്ക് പകർന്നു നൽകുന്ന നോട്ട്സ് എന്നുള്ള ഈ വീഡിയോ പരമ്പര, അതുപോലെ തന്നെ നോട്ട്സ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുകയും ഈ വീഡിയോയെ പറ്റിയും മറ്റ് വീഡിയോസിനെ പറ്റിയുമുള്ള താങ്കളുടെ കമന്റ് നിർബന്ധമായി രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഡിസ്ലൈക്ക് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസരം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.